നമസ്കാരം. ഞാൻ മലയാലപ്പുഴ അമ്പലത്തിൻ്റെ മുമ്പിലാണ്. ഇന്നൊരു ചെറിയ കാര്യം പറയാൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അച്ചടക്കം. നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ അച്ചടക്കം വളരെ കുറവാണ്. അതിൻ്റെ കാരണം നമ്മൾ അച്ചടക്കം പഠിപ്പിക്കുന്നില്ല. ബാല്യത്തിൽ മുതൽ നമ്മുടെ മക്കളെ എവിടെ എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെയൊക്കെ പെരുമാറരുത്, സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം ഒന്നും പഠിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ഒരു ചട്ടക്കൂടില്ലാത്ത ഒരു മതമായതുകൊണ്ട് അത് നമ്മുടെ കുടുംബത്തിൽ നിന്നും തന്നെ പഠിപ്പിച്ചില്ലെങ്കിൽ ആ അച്ചടക്കം ഉണ്ടാവില്ല. നമ്മുടെ അമ്പലങ്ങളിലാണ് ഏറ്റവും നമുക്ക് അച്ചടക്കമില്ലാത്തത്. അമ്പലങ്ങളിൽ നമ്മൾ സാധാരണ കണ്ടു കാണും, ഇടിച്ചു തള്ളി കയറി തൊഴുക, അങ്ങോട്ട് ചാടുക, ഇങ്ങോട്ട് ചാടുക, ബഹളമുണ്ടാക്കുക, ശബ്ദമുണ്ടാക്കുക. ഇതൊക്കെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് നമ്മൾ അച്ചടക്കം പാലിച്ച്, സംയമനം പാലിച്ച്, മറ്റുള്ളവർക്കും കൂടെ വഴിയൊരുക്കി, കുറച്ചുകൂടെ വിനയം കാണിച്ച് നിൽക്കേണ്ടുന്ന സ്ഥലമാണ് ആരാധനാലയം. അവിടെ ചെന്ന് നമ്മൾ വലിയ ബഹളം ഉണ്ടാക്കും. നമ്മൾ ഇടിച്ചു തള്ളുമ്പോൾ അവിടെ നിൽക്കുന്നവർ നമ്മളെ ചീത്ത വിളിക്കും. ഭയങ്കര ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം, തർക്കം, ചിലപ്പോഴൊക്കെ ഉടക്ക്. ഇതൊക്കെയാണ്. പക്ഷേ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരവരുടെ അച്ചടക്കം പഠിപ്പിക്കുന്നത് അവരുടെ പള്ളികളിൽ നിന്നാണ്, അവരുടെ കുടുംബങ്ങളിൽ നിന്നാണ്. അവരെ മക്കളോട് ഇന്ന രീതി പെരുമാറണം. അവരുടെ പള്ളിയിലും ഒരു ശബ്ദവും കാണത്തില്ലല്ലോ. 1000 പേര് കൂടിയാലും ഒരു ശബ്ദമില്ല. അവർ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കും. അവരുടെ പ്രാർത്ഥന ശാസ്ത്രത്വം അവർ കേൾക്കും, അതിൻ്റെ കൂടെ ഏറ്റുപാടും, അല്ലെ പ്രാർത്ഥിക്കും. അവിടെയാണ് അച്ചടക്കം അവർ പഠിപ്പിക്കുന്നത്. നമ്മളെ അച്ചടക്കം പഠിപ്പിക്കാൻ ആരുമില്ല. നമ്മുടെ വീട്ടിലും അച്ചടക്കം പഠിപ്പിക്കുന്നില്ല, നമ്മുടെ മതവും അച്ചടക്കം പഠിപ്പിക്കുന്നില്ല, ഒന്നുമില്ല. നമ്മളെ ഹിന്ദുക്കൾ ആർഷഭാരത സംസ്കാരം ഒക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുന്നതല്ലാതെ ഈ അച്ചടക്കത്തിന് വേണ്ടി നമ്മൾ ഒരു കാര്യവും ചെയ്യുന്നില്ല. അച്ചടക്കമില്ലായ്മ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ തന്നെ മോശമാണ്. നല്ല പെരുമാറ്റമില്ലാതെ വരും. അത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഉപചാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് എവിടെ നിന്ന് പഠിക്കുന്നതാണ്? അത് വായിൽ നിന്നും പൊട്ടി വീഴുന്ന ഒന്നുമല്ല. അവരുടെ കുടുംബത്തിൽ നിന്നും അവരുടെ പള്ളികളിൽ നിന്നും പഠിക്കുന്നതാണ്. നമ്മുടെ പുതുതലമുറയെങ്കിലും അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ശൈശവത്തിൽ മുതൽ പരിപാലിച്ച്, നിയന്ത്രിച്ച്, പഠിപ്പിച്ച്, പരിശീലിപ്പിച്ച് കൊണ്ടുവരണം. എങ്കിൽ നല്ല മര്യാദയുള്ളവരാകും. ഈ മര്യാദ കാണിക്കുമ്പോൾ പല ഗുണങ്ങളുമുണ്ട്. മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടും, സമൂഹത്തിൽ അംഗീകാരം കിട്ടും. അതുകൊണ്ടൊക്കെ വളരെയേറെ ഗുണങ്ങളുണ്ടാകും. നമ്മുടെ ആരാധനാലയങ്ങളിൽ അച്ചടക്കം പാലിക്കാൻ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ രാമേശ്വരത്ത് പോയി. രാമേശ്വരത്ത് ചെന്നപ്പോൾ അറിയാമല്ലോ, നല്ല തിരക്കും വലിയ ആളും ബഹളവും ആലയും പിടിയും, ഇങ്ങോട്ട് വാ അങ്ങോട്ട് പോ, ഓരോരുത്തർ പൈസയ്ക്ക് വേണ്ടി കൈ നീട്ടുന്നു, ദക്ഷിണ വാങ്ങിക്കുന്നു, കൊടുക്കുന്നു, എല്ലാം ബിസിനസ്സാണ്. നമ്മൾ അവിടെ ഇടിച്ച് തള്ളി ഒക്കെ തൊഴുതിട്ട് ഞാൻ നേരെ പോയത് വേളാങ്കണ്ണിയിലാണ്. വേളാങ്കണ്ണി പോണേ വളരെ സമാധാനം, നിശബ്ദത. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആരും അവിടെ വാവെക്കുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല, പരസ്പരം പോലും പറയുന്നില്ല, നിയന്ത്രിക്കുന്നില്ല, ആരും ആരെയും നിയന്ത്രിക്കുന്നില്ല. വളരെ നിശബ്ദം. ആ ഒരു നിശബ്ദതയാണ് നമുക്ക് മനസ്സിന് സമാധാനം നൽകുന്നത്. അപ്പോൾ അച്ചടക്കം പഠിക്കാം. നന്ദി, നമസ്കാരം.